ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് ബനാന പാൻ കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെയും പോലെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കുവാനുള്ള ഒരു പലഹാരവുമായി ഞാനിവിടെ റെഡിയാണ്. പെട്ടെന്ന് വീഡിയോ കണ്ട് ഉണ്ടാക്കൂ, കഴിക്കൂ, കഴിപ്പിക്കൂ. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ബനാന പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബനാന എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് മിക്സിയിലിട്ട് അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് നമ്മളിതൊന്ന് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊന്നുമില്ലാതെ അരച്ചെടുത്ത ഈ പഴം പേസ്റ്റിലേക്ക് നമ്മൾ 1 കപ്പ് മൈദ മാവ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് കൂടിയിട്ട് നമുക്കിതൊന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ അരിച്ചെടുത്ത ഈ മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതുപോലിരിക്കും ഈ മിക്സ്. ഫൈൻ പേസ്റ്റ് ആയിട്ടുള്ള ഈ കൺസിസ്റ്റൻസിയിൽ നമ്മളുടെ മിക്സ് റെഡിയാണ്. ഇത് നമുക്ക് തവ ചൂടാക്കി തവയിലേക്ക് കോരിയൊഴിച്ച് പാൻ കേക്കിൻ്റെ പരുവത്തിന് ഒത്തിരി വട്ടമില്ലാതെ കോരിയൊഴിച്ച് നമുക്ക് ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശക്കല്ലിൽ ഓരോ ദോശ വീതമാണ് ചുട്ടെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 3 or 4 ദോശ ഒരുമിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 3 ദോശയ്ക്കുള്ള മാവാണ് ഒഴിച്ചിരിക്കുന്നത്. ഒന്നുമറിയാതെ കണിക്കൊന്ന പൂത്തു വീണ്ടും കണ്ണിൽ നിന്നും പൊയ്മറയാ പൊൻകിനാക്കൾ പോലെ എന്ന് തുടങ്ങുന്ന ONV കുറുപ്പ് സാറിൻ്റെ എന്തിനിന്നും പൂത്തു എന്ന കവിത, മനോഹരമായ ആ കവിത എനിക്ക് ഓർമ്മ വന്നു ഈ കണിക്കൊന്ന കണ്ടപ്പോൾ. കാലം തെറ്റിപ്പൂത്ത കണിക്കൊന്ന എവിടെ നിന്നോ കിട്ടിയതാണ്. പക്ഷേ എന്തു ഭംഗിയാണല്ലേ കണിക്കൊന്ന കാണാൻ. കിട്ടിയപ്പോൾ തന്നെ കണ്ണിന് ചാർത്തി. അപ്പം നമ്മുടെ പാൻ കേക്ക് എന്തായെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക് മറിച്ചിടാൻ സമയമായിട്ടുണ്ട്. നമുക്കിത് 3ഉം മറിച്ചിടാം. എന്നിട്ട് ബാക്കിയുള്ള പാൻ കേക്കുകളെല്ലാം ചുട്ടെടുക്കാം. ഒന്നിനു പിറകെ ഒന്നായി വരിയായി നമ്മളെല്ലാ പാൻ കേക്കുകളും ചുട്ടെടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം ഓട്സ് ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഡയറ്റ് ചെയ്യുന്നവർക്കും ഇത് കഴിക്കാം. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ക്വിക്കായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. പാൻ കേക്കിന് മുകളിൽ കുറച്ച് ഹണി നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി ഹണി ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മളിതിൽ ബനാന ചേർത്തിട്ടുള്ളത് കൊണ്ട് ബനാനയുടെ ഒരു സ്വീറ്റ്നെസ് ഇതിലുണ്ടാകും. ആ സ്വീറ്റ്നെസ് ഇനഫാണ്. അത് കൂടാതെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം ഹണി ചേർത്ത് കൊടുത്താൽ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡുമായി പെട്ടെന്ന് വരാം.